ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ MLA പി ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും കുറിച്ചൊക്കെ ഒരു പോസ്റ്റ് ഇട്ടത് ടി ജി കണ്ടു കാണും. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് നൂപുർ ശർമ്മയ്ക്ക് ഒരു നീതി, ബാലചന്ദ്രനൊക്കെ മറ്റൊരു നീതി. ഇതെന്തൊരു രാജ്യമാണ്? അത് ഒരു ഇസ്ലാമിക രാജ്യം കൂടെയാണ് നമ്മൾ. അത് മനസ്സിലാക്കുക. ഈ പോലീസ്, കോടതി ഇതൊക്കെ ഇസ്ലാമിനെ ഭയക്കുന്നവരാണ്. അവർക്കും ജീവഭയമുണ്ടല്ലോ. അപ്പോൾ ജനറലി അവരുടെ ജഡ്ജ്മെൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇഷ്യൂസിൽ അവർ ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥിതി കാണും. ഈ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇത് വാസ്തവത്തിൽ ഈ വകുപ്പ്, ഇതിൻ്റെ ഒരു ശിക്ഷാ വകുപ്പുണ്ട് IPC-ൽ 295A. ഈ 295A എന്ന് പറഞ്ഞാൽ 295 വേറൊരു വകുപ്പാണ്, അതിൻ്റെ ഉപവകുപ്പ്. ഇത് IPC-ൽ എഴുതി ചേർത്തത് 1927 ബ്രിട്ടീഷുകാരാണ്. അത് ചെയ്യാനൊരു കാര്യമുണ്ട്. രംഗീല റസൂൽ എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചാബി ഒരു പുസ്തകം ഇറക്കി. അത് മുഹമ്മദിൻ്റെ സ്വകാര്യ ജീവിതം ആയിരുന്നു. മുഹമ്മദിൻ്റെ സ്വകാര്യ ജീവിതം വായിക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന്. അതിനുവേണ്ടി തന്നെയാണ് ഇദ്ദേഹം ഇത് എഴുതിയത്. കാരണം 3 പുസ്തകം ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് രാമനെ കൃഷ്ണനെയൊക്കെ ചീത്തയാക്കിക്കൊണ്ട് ഇറക്കി. അതിനൊരു മറുപടിയായിട്ടാണ് ഇങ്ങനെ മറ്റേ പുസ്തകം റെഫർ ചെയ്യുന്നില്ല, ഇസ്ലാമിൻ്റെ നിങ്ങളുടെ മുഹമ്മദ് മോശക്കാരനൊന്നുമല്ല എന്നുള്ള മട്ടിലാണ് ഈ പുസ്തകം. അന്ന് വാൻ ബഹളവും ലഹളയുമായി. വാസ്തവത്തിൽ മഹാത്മാഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വളരെ വലുതാണ്. മഹാത്മാഗാന്ധി മുസ്ലിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലെ ആണുങ്ങളില്ലേ ഈ പുസ്തകത്തെ എതിർക്കാൻ? നിങ്ങളുടെ സമൂഹം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് പ്രകോപനപരമായിട്ട് 2-3 പ്രസംഗങ്ങൾ മഹാത്മാഗാന്ധി പറഞ്ഞു എന്ന് മാത്രമല്ല എഴുതുകയും ചെയ്തു. അപ്പോൾ അതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ അങ്ങ് വല്ലാതെ ഇതായി. കേസ് കൊടുത്തപ്പോൾ കേസ് തള്ളിപ്പോവുകയും ചെയ്തു. കാരണം പുസ്തകം ഇറക്കുന്നതിനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അയാൾ എഴുതിയത് മുഴുവൻ സത്യമല്ലേ, നടന്നതല്ലേ? നിങ്ങളുടെ തന്നെ പുസ്തകങ്ങളിൽ നിന്നാണ് അയാൾ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാര്യം പറഞ്ഞ് കോടതി ഇത് തള്ളി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും കുറ്റകരമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ വലിയ ബഹളം വയ്ക്കുകയും അങ്ങനെ ബ്രിട്ടീഷ് സർക്കാരിനെ നിർബന്ധിച്ച് ആണ് ഈ 295A മതവികാരം വ്രണപ്പെടുത്തുക എന്നത് ഒരു കുറ്റമായിട്ട്. അങ്ങനെയാണ് ഈ നിയമം വരുന്നത്. ഈ നിയമം വരുന്നത് മതവികാരം വ്രണപ്പെടൽ എന്ന് പറഞ്ഞു. ഉള്ളതാണെങ്കിലും പറയാൻ പാടില്ല. വികാരം വ്രണപ്പെടും. ഈ വികാരം ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, കാറ്റ് തട്ടിയ ഇത് വ്രണപ്പെടും. ഈ സ്വഭാവം ഇസ്ലാമിന് മാത്രമുള്ളതാണ്. ഇത് മെല്ലെ മെല്ലെ ഹിന്ദുക്കളെ ഗ്രസിക്കുമോ എന്നുള്ള പേടിയാണ് എനിക്കുള്ളത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുത്വ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ടു ഹാപ്പൻ. കാരണം ഹിന്ദുത്വത്തിൻ്റെ സ്വഭാവമല്ല ഇത്. അവരുടെ ദൈവത്തെ ആരെങ്കിലും കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബഹളം വയ്ക്കും. അങ്ങനത്തെ കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലെടുത്ത് നോക്കുക. അതിൽ ഭീമൻ ഹനുമാനോടാണ് പറയുന്നത്, ആരടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാ ചേട്ടാ. ഇതാണ്, വേണമെങ്കിൽ ഇങ്ങനെ മാറിപ്പോവാം, പക്ഷേ അങ്ങനെ അവിടെ നിന്ന് എൻ്റെ വഴി നീ എണീറ്റ് മാറണമെന്നാണ് കിളവൻ, ഒരു വയസ്സായ വാനരൻ കിടക്കുന്നു. ഹനുമാനാണെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഭീമൻ പറയുന്നതെങ്കിൽ പോലും ഭീമൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അപമാനിക്കുന്ന വാക്കുകളല്ലേ. ഹനുമാൻ ഭീമനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറയുന്നത്, ഉള്ളിൽ ഭയം പൂണ്ടു മണ്ടുന്ന നിങ്ങളെ തുള്ളിപ്പതിനൊരു പെണ്ണും പുറപ്പെട്ടു, കണ്ട വസ്തുക്കളിൽ കാംക്ഷ പൂണ്ടിട്ടവൾ കൊണ്ടുവാ എന്ന് കൽപ്പിക്കുകയും പെങ്കോന്തന്മാർ പേടിച്ച് കാട്ടിലാണ് താമസം. ഉള്ളിൽ ഭയം, കാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക, ഉള്ളിൽ ഭയം പൂണ്ട് മണ്ടുന്ന നിങ്ങളെ തുള്ളിപ്പതിനൊരു പെണ്ണും പുറപ്പെട്ടു, അവൾ കാണുന്നതൊക്കെ കൊണ്ടുപോകാന്ന് പറയും. നീ അതിൻ്റെ പിന്നാലെ നീ ഇപ്പോൾ കല്യാണ സൗകര്യം അന്വേഷിച്ചല്ലേ ഈ ധൃതിക്ക് പായുന്നത്. ആ പെണ്ണിന് അത് വേണമെന്ന് പറഞ്ഞു ഉടനെ ഞാൻ ഗതി പടിയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്, എൻ്റെ വാലെന്ന് മാറ്റിയിട്ട് പോക്കും. ഇതൊക്കെ കുഞ്ചൻ നമ്പ്യാർക്ക് പറയാൻ ധൈര്യമുണ്ടായത് ഹിന്ദു സമാജത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ്. ഇതുപോലത്തെ അധിക്ഷേപങ്ങളൊക്കെ ബാലി സുഗ്രീവ യുദ്ധത്തിൽ, രാമരാവണ യുദ്ധത്തിൽ ഇതൊക്കെ കാണിച്ചു തരാനുള്ളതെന്നൊക്കെ പറയുന്നത് ഇത് കുഞ്ചൻ നമ്പ്യാരാണ് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അശ്ലീല വാക്കുകളില്ല, പക്ഷേ അധിക്ഷേപ വാക്കുകൾ നിറയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് വികാരം വ്രണപ്പെടുന്ന ഒരു സ്വഭാവമില്ല, അത് ഉണ്ടാവാനും പാടില്ല. ഇതുപോലത്തെ നോൺസെൻസ് ഇവർ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഒരു നരേറ്റീവ് ഉണ്ട്, ലെഫ്റ്റ് ലിബറൽ ജിഹാദി നരേറ്റീവ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും എങ്ങനെയെങ്കിലും തുല്യമാക്കുക. ഇപ്പോൾ ക്രിസ്ത്യാനിയെ പറ്റി എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും.
മുസ്ലിങ്ങളെ പറ്റി എന്തെങ്കിലും എഴുതിയാൽ തീരുന്നതിന് മുമ്പ് അവർ റിയാക്ട് ചെയ്യും. നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയാൻ അവർക്ക് ഉദാഹരണങ്ങളില്ല. ഇപ്പോൾ ഈ 295 ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഇസ്ലാം ക്ഷോഭിച്ച ഉദാഹരണങ്ങളാണ്. ഡാവിഞ്ചി കോഡ് എന്നുള്ള സിനിമ നിരോധിച്ചത്, സാത്താനിക് വേഴ്സസ്, ലോകത്തെങ്ങും ഒരു രാജ്യവും നിരോധിക്കുന്നതിന് മുമ്പ് നമ്മൾ നിരോധിച്ചു. പുസ്തകം ഇറങ്ങിയിട്ടില്ല, അതിനു മുമ്പ് നിരോധിച്ചു. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് 1988. ആൾക്കാരൊക്കെ ഇത് ഇറക്കിയിട്ട് വേണ്ടേ നിരോധിക്കാൻ, പക്ഷേ നിരോധിച്ചു. ഇതുപോലെയുള്ള ഹിസ്റ്ററി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, എല്ലാം ഇസ്ലാമിന് അനുകൂലമായ വിധികളാണ്. ഇസ്ലാമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പോലും ചൂണ്ടിക്കാണിക്കാനില്ല. ഈ ഉദാഹരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കഷ്ടപ്പെടുന്നത്, നിരന്തരം ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദു കയറിയിട്ട് കൈവയ്ക്കും. ഫൈനലി കോടതിയിൽ പോയാലും രക്ഷയില്ല എന്ന് കാണുമ്പോൾ എന്നാൽ പിന്നെ റോട്ടിൽ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് കൈവയ്ക്കും. വെച്ച് കഴിയുമ്പോൾ കിട്ടിപ്പോയി, ഉദാഹരണം കിട്ടി, ഇതേ അതുകൊണ്ടങ്ങ് നടക്കും. ഞാൻ ലെഫ്റ്റ് മൈസെൽഫ് ഞാൻ ഇത്തരം കാര്യങ്ങൾ അങ്ങ് അവഗണിക്കുകയാണ് പതിവ്. കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നു, സോ വാട്ട്. എന്നോട് ചോദിച്ചതാണ്, ഇസ്ലാമിസ്റ്റ് തന്നെ ചോദിച്ചതാണ്. നാണമില്ലേ ചേട്ടാ, 16,008 ഭാര്യമാർ, ചേട്ടന് എത്ര ഭാര്യയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാനും 16,008 കെട്ടിയന്. കെട്ടാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ 16,008 കല്യാണം കഴിച്ച ആളുണ്ടല്ല, പുള്ളി ചെറുപ്പത്തിൽ മുല കുടിക്കുന്ന സമയത്ത് പൂതനയുടെ വിഷം വലിച്ചെടുത്തിട്ട് പൂതനയെ കൊന്ന കക്ഷിയാണത്. ഉരലിൽ കെട്ടിയിട്ടപ്പോൾ ആ ഉരലും കൊണ്ട് പോയിട്ട് മരം വളർന്ന് 2 രാക്ഷസന്മാർ. ഇത് കഴിഞ്ഞു ഒറ്റ വിരലിൽ ഗോവർദ്ധന പർവ്വതം പൊക്കി നിർത്തി. ചെറുക്കനാണ്, ബാലനാണ്, ബാലകൃഷ്ണനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒറ്റ വിരലിൽ ഗോവർദ്ധന പർവ്വതം പൊക്കി കൊട പോലെ പിടിച്ച് എല്ലാവരെയും മഴ കൊള്ളാതെ സംരക്ഷിച്ചു. ഇതുകൂടാതെ കാളിയൻ എന്ന അസാമാന്യമായ വിഷമുള്ള ഒരുപാട് പത്തികളൊക്കെയുള്ള ഇതിനെ കാളിന്തി നദിയിൽ ചാടി ഇതിൻ്റെ പണത്തിന് മുകളിൽ കയറി നൃത്തം ചവിട്ടി ബാലകൃഷ്ണനാണ്. 10 വയസ്സോ 9 വയസ്സോ മറ്റേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത കക്ഷിയാണ് 16,008 ഭാര്യമാരെ കല്യാണം കഴിച്ചത്. എനിക്കിതിൻ്റെ 1000-ലൊന്നും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ കല്യാണത്തിന് മാത്രം ശ്രീകൃഷ്ണൻ കൊള്ളാം, ബാക്കി കാര്യത്തിന് അതൊക്കെ ശ്രീകൃഷ്ണൻ ചെയ്തോട്ടെ, നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനൊരു സംഗതി ശരിയല്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് എനിക്ക് സമാധാനമായി. അയാൾ പോയി. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഇടത് കോളാമ്പിയായ ഒരു അസ്കർ എന്നൊരു വക്കീൽ അദ്ദേഹം പറയാണ്, ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കുന്ന, എല്ലാത്തിനെയും നിർമ്മമതയോടെ കാണുന്നതാണ്. സെമറ്റിക് മതങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ ബാലചന്ദ്രൻ പറഞ്ഞതിനെയൊക്കെ നിങ്ങൾ ലാഘവബുദ്ധിയോടെ കാണണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി, ആഹ്വാനം. ഇത് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്ന തിയറിയാണ്. അയാൾക്ക് അക്സർ നന്നായിട്ട് അറിയാം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മാത്രമാണോ സഹിഷ്ണുത, നിനക്കില്ലേ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും തിരിച്ച് ഇസ്ലാമിനെ ആക്രമിക്കും. അപ്പോൾ ഇത് പ്രശ്നമാകും. അങ്ങനെ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാവും. ഇപ്പുറത്ത് ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവില്ല, അയാൾക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങളെപ്പോലെ കുറച്ച് പേര് പറയും, പോട്ടെ വെറുതെ വഴക്കുണ്ടാക്കാതെ, അവനെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള. നിങ്ങളിങ്ങനെ പറയാനായിട്ട് ഒരുപാട് കാലമായല്ലോ. TG പോലെ ആളുകൾ പോട്ടെ, വിട്ടുകള, വേണ്ട, ഇങ്ങനെ. അത് പക്ഷേ നാൾക്ക് നാൾ കൂടി വരുമല്ലേ രുചി? നാൾക്ക് നാൾ കൂടി വരുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഒക്കെ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ ആർക്കും, എല്ലാവരും പത്രപ്രവർത്തകരാണില്ല, ആർക്കും എന്തും എഴുതാം. എഴുതിയത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അല്ല, എത്ര നാൾ സഹിക്കും? അത് സഹിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തിനാണത് ഗൗനിക്കാൻ പോകുന്നത്? നമ്മൾ റോഡിലൂടെ ഒരുത്തൻ തെറി പറഞ്ഞുകൊണ്ട് പോകുന്നു, കള്ളുമൊക്കെ കുടിച്ചിട്ടുണ്ട്, എന്ത് കാര്യമാണ് എന്നാലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കുക. ആ ഒരു മെച്യൂരിറ്റി, നമുക്ക് ദേഷ്യം വരുന്നത് ബേസിക്കലി നമ്മൾ തോറ്റു എന്നൊരു തോന്നൽ ഉള്ളിലുള്ളപ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. മറ്റേതിനെ ധാർമ്മിക രോഷം എന്ന് പറയും. TG ആദ്യം പറഞ്ഞൊരു അപകടമുണ്ട് എനിക്ക് തോന്നിയത്. TG പറഞ്ഞു, ഈ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യം കൂടിയാണ്, കോടതി ഇവർക്കൊക്കെ ഭയമാണെന്ന്. പക്ഷേ ഈ ഹിന്ദു, ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്, പക്ഷേ ഹിന്ദുക്കളായ ആളുകളല്ലേ ഈ രാജ്യത്ത് 80%, എന്നിട്ടും ഇവരുടെ മെഴ്സിയിൽ ജീവിക്കണോ? അവർക്കൊരു വീറ്റോ പവറുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇസ്ലാമിക് വീറ്റോ, അവർക്ക് തടസ്സമില്ല എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സ്ഥിതി എന്ത് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സാമൂഹ്യ അന്തരീക്ഷം. നരേറ്റീവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് മാറ്റാൻ ആരെങ്കിലും എങ്ങനെ ഉപദേശിക്കുകയാണ് നമ്മൾ ക്ഷമിക്കുക. ഈ സെക്യുലറിസം എന്ന് പറയുന്നത് അതാണ്. ഞാനിപ്പോഴും പറയുന്നത്, ഇതിൽ ഒഫൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ 295A വെച്ച് കേസ് കൊടുക്കാം ഇയാളുടെ പേരിൽ. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളി തൊലിക്കുന്ന പോലെയാണ്, അവസാനം ഒന്നുമില്ലാതെ പോകും.
അല്ല, പി സി ജോർജിനെ വെളുപ്പിനെ വീട് വളഞ്ഞാണ് പിടിച്ചുകൊണ്ട് പോയത്. അവൻ വീട് പിടിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നാടകീയമായിട്ട് പി സി ജോർജിനെ പിടിച്ചുകൊണ്ട് പോയി. പി സി ജോർജ് ജാമ്യം എടുത്ത് വീട്ടിൽ പോയി, കഴിഞ്ഞു. ഇനി ഞാനോ ടി ജിയോ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ക്രിസ്ത്യാനിറ്റിയോ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ക്രിസ്ത്യാനിറ്റി ഈ മെച്യൂരിറ്റി ഏകദേശം അവർ നേടിയെടുത്തു. വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയത്തിൽ കേഴുക കേഴുക കേഴമാൻ കണ്ണാളെ കേഴുവോർക്കാശ്വാസമേകുമീശൻ, ഇങ്ങനെയായിരുന്നു വരി. ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ അത് ഒബ്ജക്റ്റ് ചെയ്തു. മഗ്ദലന മറിയത്തെ കേഴമാൻ കണ്ണാളെന്ന് വിളിച്ചുകൂടാ. കേഴമാൻ കണ്ണാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിൻ്റെ കണ്ണുള്ള കാര്യമൊക്കെ ശരി, പക്ഷേ ആ വിശേഷണം മഗ്ദലന മറിയം പോലെ ബൈബിളിലെ ഒരു കഥാപാത്രത്തിന് ഉപയോഗിച്ചുകൂടാ. ഇതാണ് ഫൈനലി രാമകൃഷ്ണ മിഷനിലെ സന്യാസിമാർ കത്തോലിക്ക സഭയ്ക്ക് ഇടപെട്ട് ചോദിച്ച് ചർച്ചയൊക്കെ നടന്നിട്ട് വള്ളത്തോളൊടുവിൽ തിരുത്തി. കേഴുക കേഴുക മാന്യേ മറിയമേ കേഴുവോർക്കാശ്വാസമേകുമീശൻ. ഇതാണ് ഇപ്പോൾ സുനിലൊക്കെ പഠിക്കുന്ന മഗ്ദലന മറിയം. അതിൻ്റെ കാവ്യഭംഗി അപ്പാടെ പോയി. കേഴമാൻ കണ്ണാള എന്നുള്ളത് മാറ്റിയിട്ട് മാന്യേ മറിയമേ എന്നാക്കേണ്ടി വന്നു. ആർക്ക്? മഹാകവി വള്ളത്തോളിന്. അതായിരുന്നു ക്രിസ്ത്യാനിറ്റിയുടെ അന്നത്തെ നിലപാട്. ഇന്നിപ്പോൾ അത് പോയി. അടുത്ത കാലത്ത് ഇപ്പോൾ 5-8 വർഷം മുമ്പാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് മദ്യം ഇറങ്ങി, വിസ്കിയോ ബ്രാൻഡിയോ സംതിങ് പരസ്യം കണ്ടിരുന്നു. അതിൽ ചില ക്രിസ്ത്യാനികൾ ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇതേ കത്തോലിക്ക സഭ പറഞ്ഞു മിണ്ടാതിരിക്കാൻ, എന്തെങ്കിലും മിണ്ടിയില്ല. ഇപ്പോൾ ആ സാധനം CB എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും വിളിക്കുന്നത് CB. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നൊന്നും ആരും കുടിയന്മാർ പറയാനൊന്നും പോകുന്നില്ല. CB, MC, OC ഇതൊക്കെയാണ് അവരുടെ വാക്കുകൾ. കാത്തലിക് സിറിയൻ ബാഗ് CSB ആയതുപോലെ. അതെ. അപ്പോൾ CB ഇതാണ്. അങ്ങനെ പോയി, അത് നോൺ ഇഷ്യൂ ആയിട്ട് പോയി. അതേസമയം ബഹളം വെച്ചിരുന്നെങ്കിലോ അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ പൊങ്ങി വരും. പണ്ട് യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയില്ലേ, പിന്നെ ഇപ്പോൾ ബ്രാൻഡിക്ക് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പേരിട്ടാൽ എന്താന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ ചർച്ചയും വഷളാവും മതി. അപ്പോൾ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് മുതലാവുന്നൊരു ചർച്ചയല്ല, വിട്ടേക്ക്. അങ്ങനെ അവരൊരു മെച്യൂരിറ്റിയിലേക്ക് വന്നു. ഇസ്ലാമാണ് ഇപ്പോഴും മെച്യൂറാകാതെ ഈ കാര്യത്തിൽ പിടിവാശി പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് യു എക്സ്പോസ് ഇസ്ലാം ദെയർ ബിഹേവിയർ, നോട്ട് ഓൺ ദെയർ അവരെഴുതിയ വരി, അത് ഇതായുള്ള ജീവിതം, ഇതിനൊന്നും പോകാതെ ആസ് എ സൊസൈറ്റി നിങ്ങളുടെ ബിഹേവിയർ മെച്യൂർ അല്ല എന്ന് ഇസ്ലാമിന് നിരന്തരം ബോധ്യപ്പെടുത്തി കൊടുക്കണം. പക്ഷേ ഈ തൃശ്ശൂരെ സംഭവം ഒരു കള്ളുകുടിയനായ എസ്റ്റാബ്ലിഷ്ഡ് മദ്യപനായ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുണ്ട്. പാർട്ടി മത്സരിക്കും മുമ്പ് മദ്യപാനം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ സ്ഥാനാർത്ഥിയായത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ MLA ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമായിരുന്നു. സർക്കാർ അനങ്ങുന്നില്ല. സർക്കാരല്ല, പ്രൈവറ്റ് കേസ് കൊടുക്കാം ഇക്കാര്യത്തിൽ. അത് സർക്കാർ ചെയ്യേണ്ടതല്ലേ? സർക്കാർ ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഈസ് ഫിറ്റ് ടു ബി, ഇറ്റ് ഈസ് ഇൻ ദ ടീത്ത് ഓഫ് 295A. അതെ, ശരിക്കും 295A ഒഫൻസ് ആണത്. അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ പ്രൈവറ്റ് സിറ്റിസൺസ് ചെയ്യുക. അത് മാത്രമല്ല, ഞാൻ ആസ് എ പ്രാക്ടീസിങ് ഹിന്ദു, ആസ് എ നാഷണൽ ഹിന്ദു, ഞാൻ പറയുന്നത് ഹിന്ദുക്കൾ ഇതിൽ അപ്സെറ്റ് ആകുകയും തിരിച്ചങ്ങോട്ട് ചീത്ത പറയുകയൊന്നും ചെയ്യരുത്. ചീത്ത പറയുന്ന ആളിനെ നിങ്ങൾ അങ്ങോട്ട് ചീത്ത പറയുമ്പോൾ നിങ്ങളും അയാൾക്ക് തുല്യമാകുകയാണ്. നിങ്ങളുടെ ദേഷ്യം അടങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചീത്ത പറയുന്നത്. ദേഷ്യം ഒരുപക്ഷെ നിങ്ങളുടെ അടങ്ങുന്നുണ്ടാവും. You take either you take legal recourse or you just ignore it. എത്ര ഇഗ്നോർ ചെയ്യാൻ എത്ര കാലമായി സഹിക്കണം. ഇപ്പോൾ ഈ MLAക്ക് സംഭവിക്കാൻ പോകുന്ന ഞാൻ പറയാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സീറ്റ് കിട്ടില്ല. അയാൾക്കിപ്പോഴേ അറിയാം. വേറൊരു ആൾ തൃശ്ശൂർ മത്സരിക്കുമ്പോൾ ഈ പ്രശ്നം പൊങ്ങി വരും, ബാലേന്ദ്രൻ്റെ പോസ്റ്റ് പൊങ്ങി വരും. ഇതിന് CPIയും കോൺഗ്രസും സമാധാനം പറയേണ്ടി വരും. ഒന്ന്, കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കും. CPI എന്ത് ആക്ഷൻ എടുത്തിരുന്നു എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ വോട്ടിനുള്ള അർഹത എന്താണെന്ന് ചോദിക്കും. ഈ വക പ്രശ്നങ്ങളെല്ലാം പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാകും. പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് കാണുമ്പോഴാണ് പൊളിറ്റീഷ്യൻസ് ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് കുറേ അധികം കോൺഗ്രസ്സുകാർ രാമക്ഷേത്രത്തെ അനുകൂലിച്ചത്? പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ഭയന്നിട്ടാണ്. അല്ലാതെ അവർക്ക് രാമനോട് ബഹുമാനം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല. ഈവൻ രാഹുൽ ഗാന്ധി ഇവൻച്വലി രാമക്ഷേത്രത്തിൽ പോകും, കാരണം പൊളിറ്റിക്കൽ കോൺസിക്വൻസാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഈ 10-നും 50-നും അടുത്തുള്ള യുവതികളെയും കൊണ്ട് ശബരിമലയ്ക്ക് പോകണില്ലല്ലോ. കാര്യം എന്താ? 2019 കിട്ടിയ തിരിച്ചടിയാണ്. അപ്പോൾ പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം
പൊളിറ്റിക്സ് ഈസ് ദ ആൻസർ. സോ തൃശ്ശൂരെ ആൾക്കാർ പൊളിറ്റിക്സിൽ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല മറുപടി വേറെ ഉണ്ടാവില്ല. അല്ല, അതിനകത്ത് ഏറ്റവും നിന്ദ്യമായി എനിക്ക് തോന്നിയത് സീതയെക്കുറിച്ച് പറയുകയാണ്. ലക്ഷ്മണൻ സീതയാവുന്ന ഇറച്ചി നോക്കി നക്കി നുണഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള നീചമായ, എനിക്കതൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ല. അതാണ് മനസ്സിലായി. ഇതൊക്കെ ഇത്രയും വൾഗറായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് നമ്മൾ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ്, സാംസ്കാരിക നായകരില്ല. എന്തായിരുന്നു നൂപുർ ശർമ്മയുടെ പേരിൽ നാട്ടിൽ നടന്നത്? ഈ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ വളരെ സെൻസിറ്റീവായ സംഗതികളാണ്. അത് പിന്നെയും കോട്ട് ചെയ്ത് വഴക്ക് വർദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പുസ്തകം നിരോധിച്ച കാര്യം, ഈ അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ അച്യുതാനന്ദൻ ഒരു പുസ്തകം നിരോധിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്നുള്ള നാടകം നിരോധിച്ചിട്ടുണ്ട് കേരളത്തിൽ. അത് നയനാർ ഭരിക്കുമ്പോഴാണ്. എന്നിട്ട് ആ നാടകം നിരോധിച്ചു കഴിഞ്ഞിട്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് വി.ആർ. ഉഷയൊക്കെ അടങ്ങുന്നൊരു സമിതിയെ നിയോഗിച്ചു. നാടകം PM ആൻ്റണി ആലപ്പുഴക്കാരൻ, അങ്ങേരുടെ നാടകമാണ്. ആ നാടകം മോശമാണെന്നാണ് ഇവർ പറയുന്നത്. മോശം നാടകം അവതരിപ്പിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ലേ? മോശമാണെങ്കിൽ ആളുകൾ കാണില്ല. നിങ്ങൾക്ക് മോശം നാടകം അതുകൊണ്ട് നിരോധനം ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നേടിപ്പോയി. ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഞാനിത് ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞു കൂടുതൽ വഴക്ക് വർദ്ധിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാത്തതാണ്. ഈ നടക്കുന്നതൊന്നും ശരിയൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത്, ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യവും കൂടിയാണ്. കോടതികൾ ഇപ്പോഴും ഒരല്പം ഇത്തരം ഇഷ്യൂസിൽ, നോട്ട് ദാറ്റ് ഞാൻ അവർക്ക് ക്രെഡിബിലിറ്റി ഞാൻ ചലഞ്ച് ചെയ്യില്ല, ഇത്തരം ഇഷ്യൂസിൽ കോടതിക്ക് പോലും പലപ്പോഴും മുട്ടുവിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് നൂപുർ ശർമ്മ. ഏതായാലും ടി ജി പറഞ്ഞതുപോലെ തൃശ്ശൂരിലെ ഹിന്ദുക്കളായ വോട്ടർമാർ ഇതിന് രാഷ്ട്രീയമായി മറുപടി നൽകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അത് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് നാഷണലിസ്റ്റ് ഹിന്ദു എന്ന് എന്നെപ്പറ്റി പറയുമ്പോൾ ഞാൻ എടുത്തു പറയാൻ കാര്യം അതാണ്. യു ഹാവ് ടു ബി എ നാഷണലിസ്റ്റ് ഹിന്ദു ഓൾസോ, ഓർ യുവർ പ്രൈം ഇമ്പോർട്ടൻസ് ഹാസ് ടു ബി നാഷണലിസം, നോട്ട് യുവർ റിലിജിയൻ ഓർ അതിൻ്റെ തർക്കം വാദം ഇതിലേക്കൊക്കെ പോകുന്നതിന് പകരം ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണലിസ്റ്റാണ്, ദേശീയവാദിയാണ്. അതല്ലാതെ മറ്റേ പുരാണത്തിൽ ഇയാളെ കിള്ളിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൊടി ഇതൊക്കെ എടുത്തുകൊണ്ട് പോകും. ഏതായാലും ഇത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഇനി തുടർന്ന് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഇതിനൊരു രാഷ്ട്രീയ മറുപടി ആവശ്യമുണ്ട്. തൃശ്ശൂരിലെ വോട്ടർമാർ ഹിന്ദുക്കൾ തീർച്ചയായിട്ടും ദാറ്റ് വിൽ ഗിവ് ദ ഫൈനൽ സീൽ ടു ഓൾ ദീസ് ബിഹേവിയേഴ്സ്. തൃശ്ശൂരിൽ നിന്ന് ആ മറുപടി വരട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.